അവര് പറഞ്ഞത് നീ പറഞ്ഞത് തെറ്റ് തന്നെയാ. ഓ നോക്ക് അശ്വിത, ഞാൻ മര്യാദയ്ക്ക് പലതും ക്ഷമിക്കുമ്പോ നീ ലിമിറ്റ് വിട്ട് പെരുമാറുക. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗാ. ഇനി ഇത് ആവർത്തിക്കരുത്. അതേ ഒരു വഴിയുള്ളൂ. എന്നാ ഓക്കെ, എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. പൂർണിമ, എണീക്കണ്ട. സോറി മോളെ. എന്തിനാ ചെറിയ എന്നോട് ഇങ്ങനെ സോറി പറയുന്നേ? അല്ല മോളെ, നീ സഹിക്കുന്നതും വേദനിക്കുന്നതും എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നിട്ടും എനിക്ക് നിന്നെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മോളെ. എല്ലാം കേട്ടു നിൽക്കാനല്ലേ എനിക്ക് പറ്റുന്നുള്ളൂ. അതോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം വന്നാൽ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതും കൂടെ നിർത്തേണ്ടതും അച്ഛനാണ്. പക്ഷേ ഇവിടെ അച്ഛൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മകൾ കഷ്ടപ്പെടുക. പ്രശ്നം ആരുടെ ആയാലും അത് പരിഹരിക്കുകയല്ലേ ചെറിയച്ചാ നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് വേണ്ടതും ഞാൻ ആഗ്രഹിക്കുന്നതും ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും മാത്രമാണ്. നമ്മുടെ ഈ കുടുംബത്തിന്റെ പേരിനോ പ്രശസ്തിക്കോ ഒരു കോട്ടം വരരുത്. അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും. അതെനിക്കറിയാം മോളെ. പക്ഷേ ഇപ്പൊ എല്ലാത്തിനും കാരണം ഞാനല്ലേ. അങ്ങനെയൊന്നും കരുതണ്ട ചെറിയച്ച. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണം. അവരെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാനാ ഞാനും നോക്കുന്നത്. പക്ഷേ അത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. അത് എനിക്കറിയാം മോളെ. പറയുന്നവർ പറയട്ടെ, നീ അതൊന്നും കാര്യമാക്കണ്ട. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ തെറ്റുകാരിയാവും മോളെ. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് വേണ്ടി ഏതൊക്കെ ചെയ്യുന്നതെന്നും എനിക്കറിയാം. മറ്റുള്ളവർ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. പിന്നെ നിന്റെ ചെറിയമ്മ, അവളൊരു വാ പോയ കോടാലിയാ. മോളതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് എനിക്കെതിരെ സംസാരിച്ചത് ചെറിയച്ച മാത്രമല്ലല്ലോ ചെറിയച്ച. എല്ലാരും ചേർന്നല്ലേ എനിക്കെതിരായി നിന്നത്. മോള് വിഷമിക്കണ്ട. നീ വേദനിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ. എന്നെ ഓർത്ത് മോളത് മനസ്സിൽ നിന്ന് കളയണം പ്ലീസ്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അപ്പൊ അച്ഛന് വേണ്ടിയാണ് പൂർണിമ ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത്. കുടുംബത്തിന്റെ അഭിമാനം കളയുന്നത് പോലെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ കാര്യം ചെറുതല്ല, എന്തോ വലിയ പ്രശ്നമാണ്. അതെന്തായാലും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വച്ച് പൂർണിമ എന്റെ വരുതിക്ക് കൊണ്ടുവരണം. എന്തായാലും ഈ അഷിത അത് കണ്ടുപിടിച്ചിരിക്കും. ഇനി വൈകില്ല. പൃഥ്വി, ഇവിടെ നടക്കുന്ന പോലും അറിയുന്നുണ്ടോ? അവിടെ പൂർണിമ ചേച്ചി. നിർത്ത്. നീ എന്താ വിചാരിച്ചത്? അഷി, നിനക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നതാണോ? പൃഥ്വി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നീ എന്ത് ചെയ്തത് ശരിയായില്ല. എന്തിനെ കുറിച്ചാ പൃഥ്വി പറയുന്നത്? നീ എന്താ ചെയ്തത് നിനക്ക് അറിയില്ലേ? അത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ എന്തൊക്കെയാ എന്റെ ചേച്ചിയെ പറഞ്ഞത്? ഓ, അതാണോ കാര്യം? അതിനാണോ ഈ ദേഷ്യം? പിന്നെ നീ ഇന്ന് കൊച്ചാക്കിയതും എതിർത്ത് സംസാരിച്ചത് എന്റെ ചേച്ചിയോടാ.
അപ്പൊ നിങ്ങളുടെ ചേച്ചി ചെയ്തതും പറഞ്ഞതും ഒക്കെ ശരിയാണോ? വേണ്ട, തർക്കിക്കണ്ട. ചേച്ചി നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനാ വഴക്കിട്ടെ? അപ്പൊ നിനക്ക് എന്തോ ആരോടും പറയാമെന്ന അഹങ്കാരല്ലേ നീ കാണിച്ചത്? നീ എന്ത് ധൈര്യത്തിലാ ചേച്ചിയെ ചോദ്യം ചെയ്തത്? പൂർണിമ ചേച്ചിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയാമോ? അപ്പൊ ചേച്ചി ചെയ്തതെല്ലാം ശരിയാണോ? തെറ്റാണ്. പക്ഷെ എന്തിന്റെ പേരിലായാലും എന്റെ ചേച്ചിയെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇവിടെ ആർക്കുമില്ല. പൃഥ്വി, ഞാൻ ഈ വീട്ടിലെ മരുമകളാ. എനിക്ക് ഈ വീട്ടിലെ അവകാശങ്ങളൊക്കെ ഉണ്ട്. ഹോ, നീ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നതിന്റെ കാരണമേ എന്റെ ചേച്ചിയാ. അതാദ്യം നീ മനസ്സിൽ വെക്ക്. ഓ, അപ്പോ നിങ്ങളുടെ ചേച്ചിയുടെ ഭിക്ഷയാണ് എന്റെ ജീവിതം എന്നാണോ പറഞ്ഞു വരുന്നേ? നിങ്ങൾ ആദ്യം ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് കണ്ണു തുറന്ന് നോക്ക്, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വാ. അഷി, എന്തൊക്കെയായാലും നീ ചെയ്തത് തെറ്റാ. ഒരിക്കലും ചേച്ചിയുടെ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതിന് ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളുടെ അമ്മയും ചെറിയച്ഛനും എല്ലാവരും സംസാരിച്ചില്ലേ? അതെന്താ എനിക്ക് മാത്രം വേറൊരു നീതി? അവര് പറഞ്ഞത് നീ പറഞ്ഞത് തെറ്റ് തന്നെയാ. ഓ, നോക്ക് അഷിത, ഞാൻ മര്യാദയ്ക്ക് പലതും ക്ഷമിക്കുമ്പോ നീ ലിമിറ്റ് വിട്ട് പെരുമാറുക. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗാ. ഇനി ഇത് ആവർത്തിക്കരുത്. ശരി, സമ്മതിച്ചു. ഇപ്പൊ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ? നീ പറയുന്നത് എനിക്കൊന്ന് കേക്കണ്ട. പൃഥ്വി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശ്ശേ, ഇയാളെന്താ റേഡിയോ ആണോ? ഇങ്ങോട്ട് പറയുന്ന എല്ലാം കേൾക്കണം, അങ്ങോട്ടൊന്നും പറയാനും പാടില്ല. അയാളുടെ ഒരു ചേച്ചി. ഹലോ, താരയല്ലേ? ഞാൻ അഷിത, ഇന്ദ്രപ്രസ്ഥത്തിലെ പൃഥ്വിയുടെ വൈഫ്. ആ അഷിത, എന്താ വിശേഷിച്ച്? എനിക്ക് താരയൊന്ന് നേരിട്ട് കാണണമായിരുന്നു. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, നമുക്ക് കാണാം. ഞാൻ ഇപ്പൊ കുറച്ച് ബിസിയാ. നമുക്ക് എവിടെ മീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിളിച്ച് പറയാം. ശരി, ഓക്കെ, ബൈ. എന്തായാലും ആ കുടുംബത്തിൽ നിന്നുള്ളതാ. എവിടെയെങ്കിലും ഉപകരിക്കാതിരിക്കില്ല. ഒരു തുറുപ്പ് ചീട്ടായിരിക്കും.